ഹലോ! അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബീച്ച് കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ്. പിന്നെ വീണ്ടും നമ്മൾ വേറൊരു ബീച്ചിലേക്ക് പോയി. ബീച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ പിന്നെ മെയിനായിട്ട് നൈറ്റ് ലൈഫും ബാക്കിയുള്ള പബ്ബ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഈ ബീച്ചിൻ്റെ ഒന്നും പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. കാരണം എല്ലാം എന്തൊക്കെയോ ഒരുപോലത്തെ എല്ലാം പേരുകളാണ്. ബാഗ ബീച്ച് മാത്രമേ കുറച്ചും കൂടി ഒന്ന് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ പോയി. ഇവിടെ വേണമെങ്കിൽ ഉണക്കാനിട്ട ഒരു ബെഡിന് 200 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായത്. അത്ര വെയിലായതുകൊണ്ട് നമുക്ക് ആ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കിടക്കാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ്. ഇതിനൊരു കുറവും ഉണ്ടാവില്ല, എവിടെ പോയാലും അതെന്തായാലും ഉണ്ടാവും. അങ്ങനെ അപ്പോഴത്തേക്ക് ഉച്ചയായി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയ റെസ്റ്റോറൻറ്റാണിത്. ഇന്ന് നമുക്ക് ബിരിയാണി ആയിരുന്നു കിട്ടിയത്. അടിപൊളി ബിരിയാണിയാണ്. ഫസ്റ്റത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, അൺലിമിറ്റഡ് ആണ്. പിന്നെ അടുത്തതൊരു വ്യൂ പോയിൻ്റ് കാണാനാണ് പോയത്. ഇത് ഞാൻ കാണാൻ പോകുന്നതല്ല, ബാക്കിയുള്ളവരൊക്കെ കാണാൻ പോയി. ഞാൻ പക്ഷെ കാണാൻ പോയില്ല. തിരിച്ച് വണ്ടിയിലേക്ക് പോയി ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് അത്രയും മേലെ സ്റ്റെപ്പ് കയറാനുള്ള ആരോഗ്യം ഇല്ല ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ അടുത്തതൊരു ബീച്ചിൽ പോയി. എന്നിട്ട് അവസാന സന്ധ്യയായപ്പോൾ സൺസെറ്റ് കാണാൻ അടുത്ത ബീച്ചിൽ പോയി. ബീച്ചോട് ബീച്ച്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബീച്ച് മാത്രമേ ഉള്ളൂ? അതെ ഗൈസ്, ഗോവയിൽ ബീച്ച് തന്നെയാണ് മെയിനുള്ളത്. ഡേ ടൈമിലൊക്കെ ബീച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് പബ്ബും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അടുത്തതിൽ കാണാം.